ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര, ഈ വർഷത്തെ ആദ്യത്തെ ഉത്സവം. എൻ്റെ വീടിനടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ സപ്താഹവും അതുപോലെ തന്നെ തിരുവാതിര മഹോത്സവമായിരുന്നേ. ഇടയ്ക്ക് 1-2 ദിവസം ഉച്ചയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു സപ്താഹത്തിനും ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് തിരുവാതിരയാണ്, ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. രാവിലെ ഒരു 10-10:30 ആയപ്പോഴത്തേനും ഞാനും നക്ഷത്രയും അതുപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റുള്ള ഗോപികയും ഗോപികയുടെ കസിനും പിന്നെ എൻ്റെ ഒരു ചേച്ചിയുടെ മോള് ചാരുവും കൂടെ അമ്പലത്തിലേക്ക് പോയേ. നക്ഷത്ര ഇതുവരെ കാവടിയാട്ടം ഒന്നും കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അവളെ രാവിലെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ രാവിലെ തന്നെ അവിടേക്ക് പോയത്. 11:30-12 മണിയോട് കൂടിയേ കാവടി അമ്പലത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ ഇരിക്കാമെന്ന് കരുതി. കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് കുറേ സമയം അവിടെ ഇരുന്നു കേട്ടോ. ഒരുപാട് വർഷങ്ങളായി കേട്ടോ തിരുവാതിര ദിവസം ഇതുപോലെ അമ്പലത്തിലൊക്കെ പോയി ഇരുന്നിട്ട്. ഞങ്ങളവിടെ ഇരുന്ന സമയത്ത് ലിബി ചേച്ചിയും ദ്രോൺജിത്തും അങ്ങോട്ടേക്ക് വന്നേ. ചേച്ചിക്ക് കട തുറക്കേണ്ടത് കൊണ്ട് വേഗം തന്നെ പോവുകയാണ് ചെയ്തത്. ചേച്ചി നടത്തിയതാണ് ഈ പഞ്ചാമൃതം വഴിപാട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് തന്നിട്ടാണ് പോയത്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും നക്ഷത്രയ്ക്ക് ഒരു ബലൂൺ വാങ്ങിക്കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോയേ. അവിടെ ഇതുപോലുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഈ ഒരു കട മാത്രമാണ് ഉണ്ടായിരുന്നത്. എൻ്റെയൊക്കെ ചെറുതിലെ കുറേ കടകളൂടൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത്. ഉത്സവ സമയത്തൊക്കെ 2 കയ്യിൽ നിറച്ച് വളകളൊക്കെ വാങ്ങിയിടുക, ബലൂൺ വാങ്ങിക്കുക, അതൊക്കെ ഒരു പ്രത്യേക ഷോക്കായിരുന്നു. അങ്ങനത്തെ 12 മണിയോട് കൂടി കാവടികളൊക്കെ അമ്പലത്തിലേക്ക് എത്തിച്ചേർന്നു കേട്ടോ. നക്ഷത്രയാണെങ്കിൽ ഭയങ്കര അത്ഭുതത്തോടു കൂടിയാണ് ഇതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അവൾ ഫസ്റ്റ് ടൈം കാണുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് അറിയില്ലല്ലോ, അതിൻ്റെ ഒരു കൺഫ്യൂഷനും ഒക്കെ ഉണ്ടായിരുന്നു. അവൾ കൂടുതലും ആ കാവടിയിലുണ്ടായിരുന്ന ഫ്ലവേഴ്സൊക്കെ ആയിരുന്നേ ശരിക്കും കുറേ സമയം നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ 2-3 ദിവസം അമ്പലത്തിൽ പോയ സമയത്ത് എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച കുറേയേറെ ഫ്രണ്ട്സിനെ എനിക്ക് കാണാൻ പറ്റി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ പ്രാവശ്യം ഉത്സവ സമയത്ത് നാട്ടിലെത്തിയതെങ്കിലും ശരിക്കും എല്ലാവരെയും കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഉത്സവം കൂടിയപ്പോൾ ഡബിൾ ഹാപ്പിയായി. എന്തായാലും എനിക്കും നക്ഷത്രയ്ക്കും ഈ പ്രാവശ്യത്തെ ഉത്സവം കൂടാൻ പറ്റിയതിൽ ഞാൻ ഭഗവാനോട് നന്ദി പറയുന്നു. അപ്പോൾ വൈകിട്ടത്തെ കാവടി ഇനിയും കാണാൻ വരാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ പതുക്കെ അവിടുന്ന് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ വീട്ടിൽ പോയി തിരുവാതിരപ്പുഴുക്കൊക്കെ കഴിച്ചതിന് ശേഷം ചേച്ചിക്കും വല്യമ്മയ്ക്കും ഉള്ള പുഴുക്കൊക്കെ കൊണ്ടു കൊടുക്കാനായിട്ട് പോയതുകൊണ്ട് വൈകിട്ട് ഞങ്ങൾക്ക് കാവടി കാണാൻ വരാൻ പറ്റിയില്ല കേട്ടോ.